വീണ്ടും ബി.ജെ.പി സ്തുതിയുമായി ശശി തരൂർ എം.പി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയുടേത് അഭിമാനകരമായ നേട്ടമാണെന്നും ഈ വിജയത്തിൽ അഭിനന്ദനം അറിയിക്കുന്നതായും തരൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. തരൂരിന്റെ നിലപാടിനെതിരെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന അതേ ദിവസമാണ് ശശി തരൂർ എം.പി. ബി.ജെ.പിയെ പുകഴ്ത്തി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടേത് ചരിത്രപരമായ പ്രകടനമെന്നും അത് അംഗീകരിക്കുന്നുവെന്നും ശശി തരൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. ബി.ജെ.പിയുടെ വിജയത്തെ എളിമയോടെ അഭിനന്ദിക്കുന്നതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ശ്രദ്ധേയമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന ശക്തമായ പ്രകടനമാണ് ബി.ജെ.പിയുടേതെന്നാണ് ശശി തരൂർ പറയുന്നത്. ബി.ജെ.പിയെ നിരന്തരമായി പിന്തുണയ്ക്കുന്ന ശശി തരൂരിന്റെ നിലപാട് വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. വോട്ടർമാർ ബി.ജെ.പിക്ക് പ്രതിഫലം നൽകിയെന്നടക്കം പോസ്റ്റിൽ തരൂർ പരാമർശിക്കുന്നു. ശശി തരൂരിന്റെ മണ്ഡലത്തിലും വിജയം നേടിയത് ബി.ജെ.പിയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദില്ലിയിൽ വിളിച്ച കോൺഗ്രസ് എംപിമാരുടെ യോഗത്തിൽ നിന്നും തരൂർ വിട്ടുനിന്നത് ചർച്ചയായിരുന്നു. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി.ജെ.പിയും പലതവണ പ്രശംസിച്ച തരൂരിനെതിരെ പല നേതാക്കളും പരസ്യമായി പ്രതികരിച്ചു. തരൂരിനെ എംപിയാക്കിയത് കോൺഗ്രസ് ആണെന്നും തിരുവനന്തപുരത്ത് പ്രചാരണത്തിന് തരൂർ ഇറങ്ങിയത് താൻ കണ്ടില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യൻ ദില്ലിയിൽ പ്രതികരിച്ചു. ഇന്റേണൽ ഡെമോക്രസിക്ക് വേണ്ടി വിമർശനം നടത്തിയാൽ ഞാൻ അതിനെതിരല്ല, ഞാൻ അങ്ങനെ നടത്തുന്ന ആളുമാണ്. പക്ഷേ ഇവിടെ ശശി തരൂർ ലക്ഷ്മണരേഖ ലംഘിക്കുന്നു. രണ്ട്, അദ്ദേഹം മറക്കുന്നു അദ്ദേഹം എം പി ആയത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ്. അദ്ദേഹം മറക്കുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം എം പി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ബി.ജെ.പി ക്ഷണിക്കുന്നത്. അത് അദ്ദേഹം മറക്കുന്നു. തരൂരിന്റെ സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റിനു താഴെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണങ്ങൾ. തിരുവനന്തപുരത്ത് ബി.ജെ.പി ജയത്തിന് ചുക്കാൻ പിടിച്ചതും സഹായിച്ചതും തരൂരാണെന്നും രാജിവെച്ച് ബി.ജെ.പിയിലേക്ക് പോകൂ എന്നൊക്കെയാണ് തരൂരിനെതിരെയുള്ള ഫേസ്ബുക്കിലെ പ്രതികരണങ്ങൾ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.